ഹരിപ്രസാദിന്റെ കല്യാണം നടക്കാത്ത കാര്യത്തിൽ മനസ്സ് വേദനിച്ച് പ്രഭാകരനും രേണുകയും. പ്രഭാകരനെ ഫോണിൽ വിളിക്കുന്ന രവികുമാർ. ഹരിപ്രസാദിന്റെ നാളും ജന്മസമയവും ചോദിക്കുന്നു. ഹരിപ്രസാദിനെ നമുക്ക് സുപ്രിയയ്ക്ക് ആലോചിക്കാമെന്ന തീരുമാനത്തിൽ രവികുമാറും ജലജയും. മനസ്സില്ലാ മനസ്സോടെ സുപ്രിയ മൗനാനുവാദം കൊടുക്കുന്നു. അച്ഛനെയും അമ്മയും വേദനിപ്പിക്കാതെ കല്യാണം കഴിക്കണമെന്ന് ഹരിപ്രസാദിനെ ഉപദേശിക്കുന്ന നന്ദന. ഒളിഞ്ഞ് വീട്ടിലെത്തുന്ന മനീഷിനെ പിടികൂടുന്ന പോലീസ്. മനീഷ് വീണ്ടും അവരെ വെട്ടിച്ച് ഓടി രക്ഷപ്പെടുന്നു. ടെക്സ്റ്റൈൽസിൽ മഹേഷിന്റെ ചില കള്ളത്തരങ്ങൾ നന്ദന കണ്ടുപിടിക്കുന്നു. ഇനി തുടർന്ന് കാണുക. എങ്കിലൊരു കാര്യം ചെയ്യാം. മഹേഷ് സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് മാറ്റിവെച്ചിരുന്ന സാരികൾ ഞാൻ ദേ ഷെൽഫിലുള്ളതുമായിട്ട് ഇടകലർത്തി വെച്ചിട്ടുണ്ട്. ഒരു നേരമ്പൊക്കാണെന്ന് വിചാരിച്ചോളൂ. അതിൽ നിന്ന് ക്വാളിറ്റി മോശമായ സാരികൾ മഹേഷ് ഒന്നെടുത്തു തരും. അതെന്താ മേഡം, ഒരുമാതിരി പരീക്ഷണം പോലെ? പരീക്ഷണമല്ല മഹേഷ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു നേരം പോക്ക്, അത്രേ ഉള്ളൂ. ഒരു ടെക്സ്റ്റൈൽസിന്റെ മാനേജിംഗ് പാർട്ട്ണറുടെ ചെയറിലിരുന്ന പോരല്ലോ ഞാൻ. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി വെക്കണ്ടേ? കമോൺ, ഈ കൂട്ടത്തിന്ന് മഹേഷ് നേരത്തെ മാറ്റിവെച്ച മോശം സാരീസ് ഒന്നെടുത്തു തരും. ഒരെണ്ണമെങ്കിലും മതി. മേഡം, ഇതാ മേഡം, ഇത് രണ്ട് മിസ്റ്റേക്ക് ഉള്ളതാണ്. അല്ലല്ലോ മഹേഷ്, ഇത് ഇന്നലെ വന്ന സ്റ്റോക്കാ. മാറ്റിവെച്ചിരുന്ന ഏതാണെന്ന് കണ്ടാൽ മഹേഷിന് അറിയില്ലായിരിക്കും, പക്ഷെ എനിക്കറിയാം. അല്ല മേഡം, ഞാൻ ഒന്നുകൂടെ. ബുദ്ധിമുട്ടണ്ട. തകരാറുണ്ടെങ്കിലല്ലേ കണ്ടുപിടിക്കാൻ പറ്റൂ. മഹേഷ് ഓഫീസിലേക്കൊന്ന് വരും. സെക്ഷനിലെ പെൺകുട്ടികളുടെ മുമ്പിൽ നിന്ന് മഹേഷിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാണെന്നറിയാം? അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് മാനക്കേടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ. മഹേഷ് ഈ ഷോറൂമിന്റെ മാനേജറല്ലേ? ഒന്നോ രണ്ടോ അല്ല, കുറെയേറെ സാരികളാ നിങ്ങൾ ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരുന്നത്. മഹേഷിന് എന്ത് വിശദീകരണമാണ് തരാനുള്ളത്? എനിക്ക് വേണ്ടിയിട്ടല്ല മേഡം. മോശം സാരികൾ വിറ്റ അതിന്റെ ദോഷം നമ്മുടെ ഷോപ്പിനല്ലേ, ഗുഡ്വില്ലിനെ ബാധിക്കും. അതുകൊണ്ടാണ്, അല്ലാതെ എനിക്ക് നേട്ടം എന്തെങ്കിലും ഉണ്ടാക്കാനല്ല. എന്നിട്ട് നല്ലതും മോശവുമായ സാരികൾ തമ്മിൽ തിരിച്ചറിയാൻ മഹേഷിന് കഴിഞ്ഞില്ലല്ലോ. അത് പിന്നെ പെട്ടെന്നായതുകൊണ്ടാ. ഓ ശരി, സമയം എടുത്തോളൂ. നമുക്ക് ഒന്നുകൂടെ സെക്ഷനിലേക്ക് പോവാം. മാഡം എന്നോട് മനഃപൂർവ്വം വിരോധം തീർക്കുകയാണ്. അതിന് നിങ്ങളോട് എനിക്ക് വിരോധമുണ്ടെന്ന് ആര് പറഞ്ഞു? അല്ലെങ്കിൽ അതിന് കാരണം എന്താണ്? നോക്കൂ മഹേഷ്, നിങ്ങളുടെ ന്യായവാദങ്ങളിൽ സത്യമില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ട. കുന്നത്തൂർ ടെക്സ്റ്റൈൽസിൽ മഹേഷിന്റെ ഡെസിഗ്നേഷൻ എന്താണ്? പറയണം. നിങ്ങൾ ഇവിടെ ഏത് പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്? മാനേജർ. ആണല്ലോ. അല്ലാതെ
ആരുടെ ഏജന്റ് അല്ല മഹേഷ്. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ പലതും ചെയ്യുന്നതെന്ന് എനിക്കറിയാം. മാഡം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആരുടെ ഏജന്റ് അല്ല. ഏൽപ്പിച്ച ജോലി ആത്മാർത്ഥമായി ചെയ്യുന്നു. അതൊരു തെറ്റാണോ? ആരെ ഏൽപ്പിച്ച ജോലി? ആത്മാർത്ഥത ആരോടാണ്? കുറച്ചെങ്കിലും പ്രൊഫഷണൽ എത്തിക്സ് കാണിച്ചുകൂടെ ഇനിയെങ്കിലും? നമ്മളൊക്കെ മനുഷ്യരല്ലേ മാഡം. ചില വിട്ടുവീഴ്ചകൾ ചെയ്യാത്തത് ആരാണ്? ഓ, അങ്ങനൊരു സംഭവം ഉണ്ടല്ലേ? ഓരോരുത്തർക്കും ചില സ്വന്തം താല്പര്യങ്ങൾ കാണും. അതില്ലാത്തവരാരും ഉണ്ടാവില്ല, മാഡം ഉൾപ്പെടെ. ബിസിനസിന്റെ കാര്യത്തിൽ എനിക്ക് സ്വന്തം താല്പര്യങ്ങളില്ല. അത് ഇതുവരെ മഹേഷിന് അറിയില്ലേ? എന്നിട്ടാണോ മാഡത്തിന്റെ കെയർ ഓഫിൽ ഇവിടെ സ്റ്റാഫിനെ നിയമിച്ചത്? എന്റെ കെയർ ഓഫിലോ? അതെ, നന്ദന മാഡത്തിന്റെ കെയർ ഓഫില്. ആരുടെ കാര്യം നിങ്ങളീ പറയുന്നത്? ഏത് സ്റ്റാഫിനെയാണ് എന്റെ താല്പര്യം അനുസരിച്ച് അപ്പോയിന്റ് ചെയ്തത്? അസിസ്റ്റന്റ് മാനേജർ ജയകുമാർ, പിന്നെ 2 സെയിൽസ് ഗേൾസ്, അഞ്ജുവും ലാവണ്യയും. ജയകുമാർ, അഞ്ജു, ലാവണ്യ. അവരിവിടെ ജോലി ചെയ്യുന്നു എന്നല്ലാതെ എനിക്ക് ഈ 3 പേരെയും മുൻപരിചയം ഇല്ലല്ലോ. എല്ലാവരും ഇങ്ങനെ സ്വന്തം ഭാഗത്തെ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ കൈമലർത്തും. നന്ദന മാഡത്തിന്റെ റെക്കമെൻഡേഷനിലാണ് ഈ 3 പേരും ജോലിക്ക് കയറിയത്. അതിന് രേഖയുണ്ട്. എന്ത് രേഖ? പുതിയ സ്റ്റാഫിന്റെ രജിസ്റ്റർ ബുക്ക് നോക്കിയാൽ മനസ്സിലാവും. നോക്കണം മാഡം. അസിസ്റ്റന്റ് മാനേജർ ജയകുമാർ CP, കെയർ ഓഫ് നന്ദന ഉദയവർമ്മ. സെയിൽസ് ഗേൾസ് അഞ്ജു ഗോപിനാഥൻ, അപ്പോയിന്റ്മെന്റ് കെയർ ഓഫ് ലാവണ്യ KN, കെയർ ഓഫ് നന്ദന ഉദയവർമ്മ. ഇപ്പൊ എന്ത് പറയുന്നു മാഡം? അസിസ്റ്റന്റ് മാനേജർ ജയകുമാർ, സെയിൽസ് ഗേൾസ് അഞ്ജു, ലാവണ്യ, ഈ 3 പേരെ എന്റെ ഓഫീസിലേക്ക് വരാൻ പറയൂ. വരൂ. ജയകുമാർ ഇവിടെ ജോലിക്ക് കയറിയിട്ട് എത്ര നാളായി? 4 മാസം. അതിനു മുമ്പ് എവിടെയായിരുന്നു? മൊബൈൽ ഫോൺ കമ്പനിയിൽ എക്സിക്യൂട്ടീവ് ആയിരുന്നു. ഇവിടെ വരാൻ കാരണം? സ്റ്റാഫിന് ആവശ്യമുണ്ടെന്ന് പരസ്യം ഉണ്ടായിരുന്നു, അപ്ലൈ ചെയ്തു. നിങ്ങൾ എന്ന് മുതൽ എവിടെ ജോലിക്ക് വന്നു തുടങ്ങിയത്? ഡിസംബർ 5-ാം തീയതി. ഇയാളോ? ഞങ്ങൾ രണ്ടുപേരും ഒരേ ദിവസമാണ് മാഡം വന്നത്. ഇവിടെ ഓക്കെ ആണോ നിങ്ങൾ? അതോ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടോ? ഇല്ല മാഡം. ജയകുമാറിനോ? തുറന്നു പറയാം. ഒരു പ്രോബ്ലം ഇല്ല മാഡം. എന്റെ കെയർ ഓഫിൽ ജോലിക്ക് കയറിയതുകൊണ്ട് നിങ്ങൾ ഉഴപ്പൊന്നു എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ഐ മീൻ നിങ്ങൾ രണ്ടുപേരും. എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ ശുപാർശ ചെയ്തിട്ടല്ലേ നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടിയത്? എന്താ മാഡം ഇത്? എനിക്ക് മാഡത്തെ നേരത്തെ അറിയത്തില്ലല്ലോ. നിങ്ങൾക്കറിയാം അല്ലേ? മാഡം ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ മാഡത്തെ കാണുന്നത് പോലും. എന്നിട്ടതാ ഇവിടുത്തെ ഓഫീസ് റെക്കോർഡിൽ നിങ്ങൾ 3 ആളും എന്റെ കെയർ ഓഫിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടവരാ. ഇതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ട് മാഡം. ഇറ്റ്സ് ഓക്കെ. ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി വിളിപ്പിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ പോയിക്കോളൂ. താങ്ക് യു മാഡം. കഥയിൽ ഇനിയെന്താ മഹേഷെ വഴിത്തിരിവ്? റെക്കോർഡ് അനുസരിച്ച് കണ്ട കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഇവിടുത്തെ സ്റ്റാഫ് മാത്രമല്ലേ. വെറും ഒരു സ്റ്റാഫ് അല്ല, മാനേജർ. ഉത്തരവാദിത്വമുള്ള ജോലി. അതിലാണ് പിഴവ് വരുത്തിയിരിക്കുന്നത്.
10,000-ഉം 15,000-ഉം 25,000-ഉം ഒക്കെ വിലയുള്ള സാരികൾ ആരുടെയോ കമ്മീഷൻ തുകയ്ക്ക് വേണ്ടി വില കുറച്ച് വിൽക്കുമ്പോൾ സ്ഥാപനത്തിനുണ്ടാവുന്ന നഷ്ടം എത്രയാ? സമാധാനം പറയേണ്ടതാരാ? ഷോറൂം മാനേജർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അതുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് വിശദീകരണം കിട്ടണം. മാഡം, അത് മാനേജർ എന്ന നിലയ്ക്ക് ആ ചുമതല മഹേഷിനാണ്. 24 മണിക്കൂർ. അതിനു മുമ്പായി തൃപ്തികരമായ സമാധാനം ബോധിപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ മഹേഷിന് തുടർന്നിവിടെ മാനേജറായി ജോലി ചെയ്യേണ്ടി വരില്ല. എന്താ മാഡം ഇത് ഇങ്ങനെ പറഞ്ഞ? അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഒന്നുകിൽ കാരണം ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോവാം. എങ്കിൽ നാളെ കാണാം മഹേഷ്. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഹലോ. ഹലോ, ടെക്സ്റ്റൈൽസിൽ നിന്ന് മഹേഷാണ് മാഡം. ആ പറ. ഇവിടെ ഇന്ന് ചില സംഭവങ്ങളുണ്ടായി. കടയിലോ? എന്ത് സംഭവങ്ങൾ? നന്ദന മാഡം ഇന്നിവിടെ വന്നിരുന്നു. ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എക്സ്പ്ലനേഷൻ കൊടുത്തില്ലെങ്കിൽ എന്നെ പിരിച്ചുവിടുമെന്ന ഭീഷണി. പിരിച്ചുവിടുമെന്നോ? നന്ദനയാണോ പറഞ്ഞത്? നീ ഫോണിൽ വന്നേ. ഓ, എന്താ മഹേഷ പ്രശ്നം? ഇനി ചെയ്യേണ്ടത് എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ അങ്ങ് അനുസരിച്ചാൽ മതി. ആ ശരി സാർ. ശരി. മോളുടെ പരീക്ഷ എന്നാ തുടങ്ങുന്നത്? മാർച്ച് ആദ്യം തുടങ്ങും മാഡം. പഠിത്തമൊക്കെ നടക്കുന്നുണ്ടോ? ആ നടക്കുന്നുണ്ട് മാഡം. മോളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയൂ. ആ പറയാം. ആ നമസ്കാരം മാഡം. ഒന്ന് ഇറങ്ങാവോ? ഒരു മിനിറ്റ്. എന്തെങ്കിലും ഡൊണേഷൻ ആണെങ്കിൽ ഓഫീസിലേക്ക് വന്നാൽ മതി.
പിരിവിനല്ല, ഒരു പ്രധാന കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. ഇപ്പൊ പോവാം. മേഡവുമായി നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ ഓഫീസിൽ വന്നിട്ടുണ്ട്. പൊതുപ്രവർത്തകരാകുമ്പോ എല്ലായിടത്തും ചെല്ലണമല്ലോ. നിങ്ങളുടെ സ്ഥാപനത്തെപ്പറ്റി പൊതുവെ നല്ല അഭിപ്രായമാണ് നാട്ടിൽ എല്ലായിടത്തും. എന്നോടെന്താ സംസാരിക്കാനുള്ളത്? മേഡത്തിന്റെ പരിചയക്കുറവുകൊണ്ട് സംഭവിച്ചായിരിക്കും. എന്നാലും സീരിയസ് ആയ ഒരു കാര്യം പറയുമ്പോ ഒന്ന് സംസാരിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാ. മനസ്സിലായില്ല. പൊതുസമൂഹത്തില് തൊഴിലാളികളുടെ സ്ഥാനം എന്താണെന്ന് മേഡത്തിന് അറിയില്ലേ? ഐക്യം, അതാണ് തൊഴിലാളികളുടെ ശക്തി. ബൂർഷ്വാസികളെ ഞങ്ങൾ ഒരിക്കലും വെച്ച് പൊറപ്പിക്കില്ല. നിങ്ങൾ ആള് മാറിയാ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. എന്റെ പേര് നന്ദന, കുന്നത്തൂർ ടെക്സ്റ്റൈൽസിലെ. ആള് മാറിയത് നിങ്ങൾക്കാ. മാനേജർ എന്ന സ്ഥാനപ്പേരുണ്ടായിരിക്കാം, പക്ഷെ മഹേഷും തൊഴിലാളി വർഗത്തിൽപ്പെട്ട ആളാണ്. ഓ, തുണിക്കടയിലെ മാനേജർക്ക് വലിയ ശമ്പളമാണ് കൊടുക്കുന്നതെന്ന് വിചാരം മുതലാളിക്ക് കാണും. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് വെറും നക്കാപ്പിച്ച പൈസ മാത്രമാണ്. മഹേഷിന്റെ ശമ്പള കാര്യത്തിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാലോ. പരാതി ശമ്പളത്തിന്റെ കാര്യത്തിലല്ല. 24 മണിക്കൂറിനകം സമാധാനം ബോധിപ്പിക്കണമെന്ന് നിങ്ങൾ മഹേഷിനോട് പറഞ്ഞു. അതെ. പറ്റില്ല, ആ നിർദ്ദേശം പിൻവലിക്കണം. 24 മണിക്കൂറിനകം മഹേഷിനെതിരെയുള്ള നടപടി പിൻവലിക്കണം. അയാൾ ജോലിയിൽ തുടരണം. അല്ലെങ്കിൽ കുന്നത്തൂർ ടെക്സ്റ്റൈൽസ് തുറക്കില്ല. തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു ദിവസത്തേക്കല്ല, കട എന്നേക്കുമായി അടച്ചിടേണ്ടി വരും. ഇത് വെറും ഒരു മുന്നറിയിപ്പാണ്. ഇപ്പൊ ഇത് നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പബ്ലിസിറ്റി കൊടുക്കാതിരുന്ന നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ പ്രശ്നമാകും. മാഡത്തിനും ബിസിനസിനും പ്രശ്നമാകും. എന്ത് പറയുന്നു? ഇത്രയും സീരിയസ് ആണ് വിഷയമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ എക്സ്പീരിയൻസിന്റെ കുറവായിരിക്കും. ഞാനൊന്ന് ആലോചിച്ചിട്ട് അനുകൂലമായ തീരുമാനം എടുക്കാം. പേരും ഫോൺ നമ്പറും തന്ന വിവരം വിളിച്ചറിയിക്കാം. അതിനെന്താ, നോട്ട് ചെയ്തോളൂ. രാജു നെല്ലിക്കുന്ന്. നമ്പര് 1 സെക്കൻഡ് പറഞ്ഞോളൂ. 9061579927. പേര് രാജു നെല്ലിക്കുന്ന്. ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ, താങ്ക്സ്. ഓക്കെ. എതിയേട്ടാ വരുന്നുണ്ട്, വാ. ആണോ? നന്ദന ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വൈകിയോ? ഇല്ല. പതിവിലും ലേറ്റായി അല്ലേ എതിയേട്ടാ? എന്തോന്നു, വഴിയിൽ വല്ല ബ്ലോക്ക് ഉണ്ടായിക്കാണോ? ഏയ്, ഞാൻ വന്ന വഴിയിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതെ, ഒന്ന് നിക്ക്. നന്ദന ഇന്ന് പതിവ് റോഡിലൂടെയല്ലേ വന്നത്? വഴിമാറിയല്ല ഞാൻ വന്നത്. അതിനെന്തിനാ ചേച്ചി ടെൻഷൻ അടിക്കുന്നത്? ആര് ടെൻഷൻ അടിച്ചു? നന്ദന പതിവിലും വൈകിയാണ് വന്നതെന്ന് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. മുഖം ആകെ വാടിയിരിക്കുന്നല്ലോ. എന്റെയോ? ചേച്ചിക്ക് ഇത് എന്തു പറ്റി? ഓഫീസിൽ വല്ല ഇഷ്യൂ ഉണ്ടായി കാണും, നമ്മളോട് പറയാത്തതാ. അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായാ ഞാനിവിടെ എത്തും മുമ്പ് ന്യൂസിങ് എത്തില്ല. അയ്യോ, ആര് വിളിച്ചു പറയാനാ? കണ്ടോ, ഏത് കാര്യത്തിനും നന്ദനയ്ക്ക് നമ്മളെ പറ്റി സംശയമുള്ളൂ. സംശയമെങ്കിൽ സംശയം, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ എടുത്തു പറയത്തക്കതായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ യതിയേട്ടനെയും കാർത്തികേച്ചിയും പറ്റി ഇത്രയും ഞാൻ കരുതിയില്ല. എന്ത്? അല്ല, എന്റെ കാര്യത്തിലുള്ള നിങ്ങളുടെ ടെൻഷന്റെ കാര്യം അതിനെപ്പറ്റിയാ പറഞ്ഞത്. നല്ല സന്തോഷമുണ്ട്.
തന്നെ ഒന്ന് ഫോൺ ചെയ്യായിരുന്നു എന്താ? ഞാൻ അങ്ങ് എത്തുമായിരുന്നല്ലോ. അതിന്റെ ആവശ്യം തോന്നിയില്ല. നമ്മളോട് ഒരു കാര്യം നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തവരാ കൂലി കൊടുത്ത ആളെ അയക്കുന്നത്. അത്തരം ടീമിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അയച്ചവർ കൊടുത്തതിൽ കൂടുതൽ പണം നമ്മൾ കൊടുത്താ അവർ നമ്മുടെ കൂടെ നിൽക്കും. എന്നാലും തനിക്കതൊരു ഡിസ്റ്റർബൻസ് ആയില്ലേ? അത് സാരമില്ല. ഇത്തരം കാര്യങ്ങൾ കുറെയൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ആ മഹേഷിന് എന്തെങ്കിലും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായി അറിയോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ. പൊളിറ്റിക്കലായ മൂവ്മെന്റിന് സാധ്യത ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം.